സുഹല ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മ കുറെ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ട് വന്നിട്ട്. അപ്പൊ മടിയായിട്ടല്ല ഗൈസ്, കാരണം കണ്ടന്റ് കാര്യങ്ങളൊന്നും കിട്ടാണ്ടാണ്. പിന്നെ കുറച്ച് മടിയുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പൊ MRZ ഗ്യാങ് നടക്കുന്ന ഇഷ്യൂ കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണ് നമ്മ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. തമിഴിൽ എല്ലാവരും കണ്ടിട്ടായിരിക്കും വന്നേക്കണേ. അപ്പൊ നമുക്ക് 2-3 വീഡിയോസ് കണ്ടിട്ട് റിയാക്ട് ചെയ്യാം ഗൈസ്. എടാ, കേടായിട്ട് യൂസ് ചെയ്യാത്തൊരു TV ചവിട്ടിപ്പൊട്ടിച്ച് എന്താ പ്രശ്നം? ഇത് ഓൾറെഡി പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്, അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ₹1 ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 100 രൂപ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു 100 പ്രാവശ്യം ചിന്തിച്ചാലോചിച്ചിട്ട് മാത്രം ഒരു കാര്യം ചെയ്യും. ബ്രില്യന്റ് ആളാണ്, അതിന് ഞാൻ പറയാം. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇവരവിടെ നിന്നിട്ട് ഇവർക്കൊരു തൊപ്പി ലൈവില് പറഞ്ഞു തന്നെ ഇവർക്ക് സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. പക്ഷെ ഇപ്പൊ ഒരു ലൈവിലെന്ന് പറയുന്നത് ഇവർക്ക് ഒരു 10 പൈസ കിട്ടിയിട്ടില്ലെന്നാണ്. ഇവരെന്തോ ഷമീർ എന്തോ ആവശ്യത്തിന്, പെങ്ങളുടെ ആവശ്യത്തിന് എന്തോ ചോദിച്ചിട്ട് 10 രൂപ കൊടുത്തില്ലെന്നാ പറയണ. അതുപോലെ തന്നെ മമ്മൂന്റെ എന്തോ വീടെന്തോ ലീക്കായിട്ടെന്തോ ഓടി ലീക്കായിട്ടെന്തോ അതിനും ഒരു 10 പൈസ കൊടുത്തില്ലെന്നാ പറയണ. പക്ഷെ ഈ ഒരു സമൂഹത്തിൽ ഒരു നല്ല പേര് കിട്ടാൻ വേണ്ടി, നന്മവരം എന്നുള്ള ഒരു പേര് കിട്ടാൻ വേണ്ടി തൊപ്പി പലർക്കും ബർത്ത്ഡേക്കായാലും എന്തായാലും പലർക്കും ഐഫോൺ കാര്യങ്ങളൊക്കെ കൊടുത്തെന്നൊക്കെയാണ് ഇവര് പറയണത്. സംഭവം ഇപ്പൊ ഇവർ ഈ തെളിവൊക്കെ നിരത്തിയതുകൊണ്ട് നമുക്ക് ഇതേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം തെളിവ് ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ട്. നമുക്ക് ബാക്കി കണ്ടുപോകാം. നമ്മള് ശരിക്കും എന്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാല് ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ ഓന്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മൊത്തിക്ക് അടി പോകും. കാരണം ആടെ അനുഭവിക്കുകയും ചെയ്യുന്നതാ. കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. പിന്നാണുണ്ടോ നിനക്ക് അവനെ കൊണ്ട് ആ ഷഡ്ഡി അലക്കി വെച്ചിട്ട് അതിന്റെ ഒരു മര്യാദയെങ്കിലും ഒരു 500 രൂപ മാസം കൊടുത്തൂടെ അവന്? എനിക്ക് നാളില്ലെന്നാണ് ഞാൻ ചോദിക്കണത്. നീ പൈസ കൊണ്ട് എന്ത് ചെയ്യാമോ? ഇത് ഇപ്പൊ ഇത്ര പേരെപ്പരാൾക്ക് നിനക്ക് കിട്ടിയിട്ടുണ്ടാവും ഓൾറെഡി. നീ ആ ഒരു പൈസ കൊണ്ട് എന്ത് ചെയ്താലും അതൊരു ഒന്നും ആവൂല. നീ അത് മനസ്സിലാക്കി. നീ വലിയ പണക്കാരാണെന്ന് പറഞ്ഞ് ഇപ്പൊ നിന്റെ അക്കൗണ്ട് എവിടെ? അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കാൻ ഞാൻ കാണുന്നില്ലല്ലോ. ഇപ്പൊ നീ തന്നെ അത് ഡീആക്ടിവേറ്റ് ചെയ്ത് പോയില്ലേ? എന്തുകൊണ്ട്? നിനക്ക് പേടിയുണ്ട്, നിന്റെ ഫോളോവേഴ്സ് കുറയും. നീ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണേ. നോക്കാം. നമ്മള് ഓന്റെ ഷഡ്ഡി അലക്കലും ഓന്റെ ഷൂ തുടക്കല് ഓന്റെ കാറ് കയറലും ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം നമ്മള് കൂടി സഞ്ചരിക്കുന്ന വണ്ടിയാണ്, നമുക്ക് ഉപകാരമുള്ള വണ്ടിയാണ്. പക്ഷെ ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡി അലക്കാം, ഓന്റെ ഇത് പറയുന്നത് കേൾക്കാം, എല്ലാം കേൾക്കാം. എന്നാ പിന്നെ നമുക്കുള്ള എന്തെങ്കിലും ഓൻ സമ്പാദിച്ചതിൽ നിന്ന് നമ്മള് കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്, മറ്റവൻ അങ്ങനെ ആക്കുന്നുണ്ട്, ജോളോ ചിപ്പ് ആടെ ഇതാക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മള് ഇതാക്കുന്നതിന്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5000 രൂപയെങ്കിലും തരാ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന് ഞാൻ പറയുന്നത്. തൊപ്പിട ഷഡ്ഡി അലക്കണ പിന്നെ നമുക്ക് എന്തിലൊക്കെ പറയാം. പക്ഷെ ഈ റാംബു പട്ടിമാണത്തിന്റെ ഒക്കെ ഷഡ്ഡി അലക്കാൻ വരെയുള്ള അവസ്ഥയാണ് അവന്, നമ്മളെ മമ്മൂന്. കഴിച്ച് നാലോചിച്ച് നോക്കി ഇങ്ങനെ എന്നിട്ട് ഒരു 10 പൈസ കൊടുത്തില്ല എന്ന് പറയുമ്പോ എന്ത് ക്രൂരനാണ്. ഇപ്പൊ തൊപ്പി എന്തായാലും ഇപ്പൊ ഊമ്പി കുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ മമ്മു വീഡിയോയിൽ പറയണ്ടായിരുന്നു, തൊപ്പിയുടെ ഗേൾഫ്രണ്ട് വീട്ടിൽ വരുമ്പോ മമ്മൂനോട് ജാസിനോടും തൊപ്പിയുടെ ഷഡ്ഡി ഒന്ന് കഴുകിയിടാൻ പറയുമെന്ന്. അപ്പൊ നാലോചിച്ച് നോക്കി. അപ്പൊ പുറത്തുനിന്ന് തന്നെ അവന്മാരൊരു അടിമേനപ്പൂരാണ് കാണുന്നത്. ആലോചിച്ച് നോക്കി. തൊപ്പിയുടെ ഗേൾഫ്രണ്ട് എന്ന് പറയുമ്പോ ഒരു പുറത്തുനിന്ന് ഒരാൾ തന്നെയാണ് അത്. പക്ഷെ അത് കേട്ടിട്ടൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ആ ഒരു തൊപ്പി ഒറ്റക്കാണ് ഇവിടം വരെ എത്തിയത്. ഇവരെയും ഒരു ഫെയിം ആക്കിയിട്ടുണ്ട് തൊപ്പി, ഇല്ല എന്ന് പറയാനുള്ള. കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ. കാരണം തൊപ്പിയുടെ ഈ റീസെന്റ് ആയിട്ടുള്ള ലൈവ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാം, ഇവരും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ലൈവ് എന്റർടൈൻ ആക്കാൻ വേണ്ടി ഇവരും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ മമ്മൂന് ചവിട്ടി എന്നൊക്കെയാണ് പറയണത്. തൊപ്പി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചവിട്ടി എന്നൊക്കെ പറയണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഇതാക്കുമ്പോ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ശോകം പരിപാടിയാണ് തൊപ്പിനി കാണിച്ച്. എന്തായാലും ഇത്ര പറയാനുള്ളൂ. ഇപ്പൊ നമ്മുടെ ഷമീർ എന്തോ PC ഒക്കെ എടുത്ത് ഉമ്മാടെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് എന്തോ PC ഒക്കെ എടുത്താണ് ഇപ്പൊ ലൈവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടൊരു ഗ്യാങ് ഹൗസ് എടുത്തേക്കണേ. അപ്പൊ ഈ മാസ്റ്റർ റെന്റ് അടക്കാനായിട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ ലൈവില്. അപ്പൊ എല്ലാരും കയറി സപ്പോർട്ട് ചെയ്യാൻ പറയാൻ ഞാൻ ആരല്ല. അപ്പൊ നമ്മ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കാൻ പാടുള്ളൂ കഴിച്ചു. അപ്പം ന്യായം എനിക്ക് നോക്കിയിട്ട് തെളിവ് ഉൾപ്പെടെ ഷമീറിന്റെ കയ്യിലുണ്ട്. ന്യായം എനിക്ക് നോക്കിയിട്ട് ഷമീറിന്റെ കൂടെ ന്യായം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേസ്. അപ്പൊ നിങ്ങളുടെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ടാറ്റ.